രാവിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയുടെ പ്രതികരണം, മാധ്യമങ്ങളോടുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ടെൻഷൻ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. നേമത്ത് പ്രധാനമന്ത്രി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് അല്ലേ ഉള്ളത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നേമത്ത് വിയർക്കും എന്ന് തന്നെയാണ് വി ശിവൻകുട്ടി വിശ്വസിക്കുന്നത്. ഇപ്പോൾ 2021 വലിയ രീതിയിലുള്ള ഇടത് തരംഗം വീശിയപ്പോഴും വെറും 3000 ശിഷ്ടം വോട്ടുകൾക്കായിരുന്നു അദ്ദേഹം ജയിച്ചു വന്നത്. ഇപ്പോൾ ഒരു വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന ഈ വർഷം 2026 ശിവൻകുട്ടി പരാജയത്തിലേക്ക് തന്നെ ആയിരിക്കുമോ? SDP-യുടെ വോട്ടൊക്കെ കിട്ടിയിട്ട് പരാജയപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേട് വേറെ ഇല്ല. LDF-നെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് വേണമെങ്കിൽ LDF-ന് പറയാമായിരുന്നു, അങ്ങനെയല്ല, ഞങ്ങൾ മതേതര വോട്ടുകൾ മാത്രം മതി ഞങ്ങൾക്ക്. ആ ഒരു നിലപാടെടുത്ത് LDF തോറ്റുപോയി കഴിഞ്ഞാൽ അത് നാണക്കേടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? SDP-യുടെ വോട്ട് വാങ്ങിച്ചു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചു, എല്ലാ വർഗീയ ശക്തികളുടെ, അതായത് BJP-ക്ക് എതിരായിട്ടുള്ള എല്ലാ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചാലും നാണക്കേടാണ്, തോറ്റാലും നാണക്കേടാണ്. പക്ഷെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ നിലപാടുകളുടെ പാർട്ടി എന്നാണ് ഈ കുട്ടി സഖാക്കന്മാരും മൂത്ത സഖാക്കന്മാരും എല്ലാം തന്നെ ഒരുപോലെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ SDP-യുടെയും വോട്ട് വാങ്ങിയതോടുകൂടി ഈ പറഞ്ഞ നിലപാടുകൾ എന്ന് പറയുന്നത് നാണം കെട്ട് ഓടി എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ പറഞ്ഞ വോട്ടുകൾ ലഭിച്ചാൽ പോലും ജയിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഇപ്പോൾ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ രീതിയിലുള്ള ഇടത് തരംഗമുണ്ടായി. 99 സീറ്റ് നേടി LDF സർക്കാർ അധികാരത്തിൽ വരുന്നു 2021. അപ്പോൾ പോലും വെറും 3000 ശിഷ്ടം വോട്ടുകൾക്കാണ് അദ്ദേഹം നേമത്ത് വിജയിച്ചു വന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ, ഈ പറഞ്ഞ മന്ത്രിമാർക്കെതിരെയുള്ള വികാരമുള്ളപ്പോൾ, നമ്മുടെയൊക്കെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി മാത്രമായിരിക്കും ജയിച്ചു വരുന്നത്, ബാക്കി എല്ലാവരും തോക്കാനുള്ള സാധ്യത ഇപ്പോഴുള്ളപ്പോൾ, അതും നേമത്ത്. കഴിഞ്ഞ വർഷങ്ങളുടെ കാര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ K മുരളീധരൻ മത്സരിച്ച വർഷം ഒഴികെ നേമത്ത് കോൺഗ്രസ് വോട്ടുകൾ എന്ന് പറയുന്നത് കുറവായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല സാഹചര്യം. K ശബരിനാഥൻ എന്ന് പറയുന്ന ശക്തനായ ഒരു കാൻഡിഡേറ്റ് വന്ന് നിൽക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോൾ ഈ 3949 വോട്ടുകൾ എന്ന് പറയുന്നത് നിമിഷാർത്ഥ നേരത്തിൽ പൊട്ടിച്ചു കളയാൻ കഴിയില്ലേ? ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ശിവൻകുട്ടി, അതായത് LDF BJP NDA അല്ലെങ്കിൽ LDF NDA മത്സരമാണ് നടക്കുന്നത് എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം പിന്നീട് അവിടേക്ക് UDF-ന് ഒരു കടന്നുവരവാണ്. പിന്നീട് ഞാൻ തന്നെ കേൾക്കുന്നത് അവിടെ ശബരിനാഥന് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നമ്മൾ തന്നെ ഞെട്ടിപ്പോകും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ഈ നേമത്തിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 2016 നേമത്ത് O രാജഗോപാൽ വിജയിക്കുന്നത്. അപ്പോൾ O രാജഗോപാൽ വിജയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. അദ്ദേഹം വളരെ വർഷക്കാലമായിട്ട് അവിടെ നിന്ന് തോറ്റ് അദ്ദേഹം ആ മണ്ഡലത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് BJP ഒരു അക്കൗണ്ട് തുറക്കുന്നു. ആ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നേമത്ത് ശക്തമായിട്ടൊരു മത്സരം നടക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് കൃത്യമായിട്ട് UDF-ൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ വോട്ടുകളെല്ലാം BJP-ക്കായിരുന്നു നേരത്തെ കാലങ്ങളിൽ പൊക്കോണ്ടിരുന്നത്. 2021 നമ്മൾ കണ്ടതാണ്. അവിടെ നമുക്കറിയാവുന്ന പോലെ മുരളീധരൻ മത്സരിക്കാൻ വരുന്നു. മുരളീധരൻ മത്സരിക്കുമ്പോൾ 36,000 വോട്ട് വരുന്നു. ആ വോട്ട് കൊണ്ട് BJP പുറകിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അത് മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാം ഏകീകരിച്ച് കൃത്യമായിട്ട് ശിവൻകുട്ടിക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം 3000 വോട്ടിന് വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ UDF കൃത്യമായിട്ട് തൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കുണ്ടായിരുന്ന വോട്ടുകളെല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ BJP-ക്കാണ് അവിടെ നഷ്ടം വരാൻ പോകുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പണം എറിഞ്ഞു, അതായത് അദ്ദേഹത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും കൂടുതലുള്ള ആക്ഷേപം എന്ന് പറയുന്നത് കേരളത്തിൽ മുഴുവൻ BJP-ക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ടും എടുത്ത് നേമത്തെ ചിലവാക്കി എന്ന് പറയുന്ന വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അത് പ്രത്യക്ഷമായും പരോക്ഷമായും ലീഗലും ഇല്ലീഗലുമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും ഈ പറഞ്ഞ വോട്ട് വാങ്ങൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്ത് വോട്ട് വാങ്ങിയതിന് തെളിവുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അതില്ലായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എത്ര ലിറ്റർ മദ്യത്തിന്റെ കുപ്പികളാണ് നേമത്തെ ഒരു പാർട്ടി ഓഫീസ്, ഒരു തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തതെന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഈ പറഞ്ഞ വലിയ പണത്തിന്റെ ഹുങ്ക് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പൊ നേമത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇടത് കോട്ടയെന്നോ വലത് കോട്ടയെന്നോ അല്ലെങ്കിൽ BJP-യുടെ കോട്ടയെന്നോ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നേമം. അതുകൊണ്ടാണ് നേമം എല്ലാ കാലങ്ങളിലും മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ O രാജഗോപാൽ മത്സരിക്കാൻ പോകുമ്പോഴാണെങ്കിൽ പോലും BJP അവിടെ ഒരു സീറ്റ് നേടും, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ BJP സീറ്റ് അവിടെ തുറക്കപ്പെടുമെന്ന് ഒരിക്കലും പ്രവചിക്കപ്പെട്ടിരുന്നില്ല.
ഒരു സാധ്യതയാണ് പറഞ്ഞിരുന്നത്. അവിടെ അന്നും മത്സരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇടതുപക്ഷ, അന്ന് വി ശിവൻകുട്ടി തന്നെയാണ് മത്സരിച്ചത്, ഒ രാജഗോപാലും തമ്മിലുള്ള മത്സരം തന്നെയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നത്. ഇപ്പോഴും അവിടെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് അന്ന് നടന്നതുപോലെ വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നായിരുന്നു വിചാരിച്ചിരുന്നതെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അതൊരു ശക്തമായ ത്രികോണ പോരാട്ടമാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. കെ എസ് ശബരിനാഥിന്റെ വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അവിടെ വളരെ ഗ്രൗണ്ട് പൾസ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമുണ്ട്. അന്നത്തെ ശിവൻകുട്ടി അല്ല ഇന്നത്തെ ശിവൻകുട്ടി. ഇന്ന് മത്സരിക്കുന്ന ശിവൻകുട്ടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ കാലയളവിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയൊരു മന്ത്രി എന്ന് പറയുന്നത് ശിവൻകുട്ടിയാണ്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ശിവൻകുട്ടി മന്ത്രിയിൽ വലിയ കുറ്റം പറയത്തക്ക വിധത്തിൽ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുറ്റം പറയത്തക്ക വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചില ഇന്റേണൽ വിഷയങ്ങൾ, അതായത് ഈ ഭരണ സംവിധാനത്തിന് കീഴിലുള്ള ചില വിഷയങ്ങളല്ലാതെ വിദ്യാഭ്യാസ മേഖല അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ടുപോയൊരു മന്ത്രിയാണ്. അതെ അതെ. ഇപ്പൊ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ താഴെത്തട്ടിലേക്ക് അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയാണ്. ശിവൻകുട്ടിയെ പോലെ കരുത്തനായ ഒരു നേതാവ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം. തിരുവനന്തപുരത്ത് ശിവൻകുട്ടി എന്ന് പറയുന്നത് അവരുടെ കരുത്തനായിട്ടുള്ള നേതാവ് തന്നെയാണ്. ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ രോമാഞ്ചം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ അവിടെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അസുഖങ്ങളുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഞാൻ മത്സരിക്കുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മത്സരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിയമം കൈവിട്ട് പോകരുത് എന്നുള്ള പാർട്ടിയുടെ നിലപാടിൽ നിന്നുണ്ടായതാണ്. മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ശബരിനാഥനെ പോലൊരു നേതാവ്, ശബരിനാഥൻ മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ ശബരിനാഥന് ഈ ന്യൂനപക്ഷ വോട്ടുകൾ പോയി എന്നുള്ള വിലയിരുത്തൽ CPM-ന്റെ അകത്തുണ്ട്. അത് വലിയ രീതിയിൽ CPM-നെ അലട്ടുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഈ CPM-ന്റെ എല്ലാ കാലത്തെയും ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഹിന്ദു സവർണ വോട്ടുകളാണ്. ഇപ്പോൾ നിയമത്തെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ക്രൗഡാണ് അവിടെ ഉള്ളത്. ഈ പറഞ്ഞ മൈനോറിറ്റി വോട്ടുകളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ വോട്ടുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സവർണ വോട്ടുകളും എല്ലാം അവിടെ ഏകീകരിക്കുന്നുണ്ട്. ഇതെല്ലാം കൃത്യമായി കിട്ടുന്നത് ശിവൻകുട്ടിക്കാണ് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവിടെയാണ് അതേ കരുത്തോടുകൂടി നിൽക്കുന്ന ഈ പറഞ്ഞ സവർണ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ളത് കൊണ്ടും ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടും കൃത്യമായി അത് UDF-ലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP-യിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന UDF-ന്റെ പരമ്പരാഗത വോട്ടുകൾ കൃത്യമായി ശബരിനാഥന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മേഘയുടെ കണക്കുകൂടൽ ആരായിരിക്കും അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വി ശിവൻകുട്ടി വലിയൊരു ഇപ്പോൾ BJP-യുടെ ആദ്യ ബാങ്ക് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുകാരെല്ലാവരും കഷ്ടപ്പെട്ട് പരിശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പ് 2021 വലിയ രീതിയിലുള്ള LDF തരംഗമുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ്. എന്നിട്ട് പോലും 3900 വോട്ടുകൾക്ക് മാത്രമാണ് ശിവൻകുട്ടി ജയിച്ചിട്ടുള്ളതെങ്കിൽ ശിവൻകുട്ടിയുടെ ഈ വർഷത്തെ സാധ്യത എന്ന് പറയുന്നത് വളരെ തുച്ഛമായി ഞാൻ കാണുന്നു. അതേസമയം അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു നേതാവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു MLA ആയിട്ടോ കാണാൻ നിയമത്തെ ജനങ്ങൾ ആഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. ഞങ്ങളെ പറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു ക്രൗഡാണ് നിയമത്തേത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ സാധ്യതയും കുറയുകയാണ്. ഗ്രൗണ്ട് പൾസ്, ഇപ്പോൾ ഞാൻ നിയമത്തുള്ള വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ ഗ്രൗണ്ട് പൾസ് KS ശബരിനാഥനൊപ്പമാണ്. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ അട്ടിമറികൾ സംഭവിക്കാം, ചില വാർഡുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും അവിടെ UDF-നൊപ്പം നിന്ന ചരിത്രം അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നിയമത്തിനുള്ളത്. അപ്പോൾ ഈ സാധ്യതയാണുള്ളത്. KS ശബരിനാഥൻ 2ാം സ്ഥാനത്തെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശിവൻകുട്ടി വിജയിക്കുമെന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ SDP വോട്ടുകൾ LDF വാങ്ങിച്ചുകൊണ്ട് തന്നെ ഈ മതേതര വോട്ടുകൾ അത് ഏത് ചെരിയിലേക്കാണ് പോയത് എന്നുള്ളൊരു സംശയമുണ്ട്. അത് ശബരിനാഥനാണോ അതോ നമ്മൾ പറയുന്നത് പോലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണോ രാജീവ് ചന്ദ്രശേഖരനാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അത് കൃത്യമായിട്ട് ശബരിനാഥനായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ LDF ഇപ്പോൾ നമ്മൾ ശിവൻകുട്ടിക്ക് പ്രായാധിക്യമായതുകൊണ്ട്
അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു യുവത്വം വരണം, ശബരിനാഥനെ പോലുള്ള കഴിവുള്ള ഒരാൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവര് അങ്ങനെ കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF-ലേക്കാണ് എന്നുള്ള കണക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെന്ന് ചേരുന്നത് ശബരിനാഥനാണ്. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ശബരിനാഥനാണ് അവർ വിജയിക്കാനുള്ള സാധ്യത. പക്ഷേ ശിവൻകുട്ടി വളരെ കോൺഫിഡൻസ് ആണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ 3000 വോട്ടിന് വിജയിക്കും, 2ാം സ്ഥാനത്ത് BJP ആയിരിക്കും, 3ാം സ്ഥാനത്ത് UDF ആയിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം വരെ പ്രഖ്യാപിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് ഒരിക്കലും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ അവിടെ ശബരിനാഥൻ തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്.